ക്ലാസ്സിൽ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വേങ്ങരയിൽ കോയപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട നിങ്ങളവരുകൾക്കറിയാം. അതുപോലെയുള്ള മഹാനവരുകളെ ദിക്റ്, ആ ദിക്റ് എങ്ങനെ അറിയോ? സുബ്ഹാനല്ലാഹ്, ഒരു ദിക്റ് ആ മഹാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. എന്തറിയോ പറഞ്ഞുകൊണ്ടിരുന്നത്? കായില്ലാത്ത കേട് പെണ്ണ് കെട്ടാൻ പൂതി, പെണ്ണ് കെട്ടാൻ പൂതി, കായില്ലാത്ത കേട്. നമ്മുടെ നക്കിനിക്ക് ഭാഷയിൽ പറഞ്ഞാൽ മങ്ങിലാവുക ആശ ഉണ്ട്, പൈസ ഇല്ലാത്ത കൊറടി ഉണ്ട്. മങ്ങിലാവുക ആശ ഉണ്ട്, പൈസ ഇല്ലാത്ത കൊറടി. പൈസ കയ്യിലില്ല, മങ്ങിലാവുക ആശ ഉണ്ട്. മങ്ങിലമേത്ത് ആവണിത്ത് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ മങ്ങിലാവാത്ത. അങ്ങനെ മലയാളത്തിൽ ദിക്റ് ചൊല്ലിക്കൊണ്ടിരുന്ന മഹാനുണ്ടായിരുന്നു കേരളത്തിൽ. ഇനിയിപ്പോ ഇത് മാത്രം കട്ട് ചെയ്തിട്ട് ക്ലിപ്പാക്കിയിട്ട് നൗഫൽ സഖാഫി വാദി ഇർഫാനിൽ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ഔലിയാക്കന്മാര് ചൊല്ലിയ ദിക്റാണ് കായില്ലാത്ത കേട് പെണ്ണ് കെട്ടാൻ പൂതി. ഔലിയാക്കന്മാരെ ദിക്റ് കണ്ടോ 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 എന്നും പറഞ്ഞിട്ട് ക്ലിപ്പാക്കിയിട്ട് തെറ്റിദ്ധരിപ്പക്കണ്ട, ബാക്കിയും കൂടി കേട്ടോ. ആ അർത്ഥം എന്താണ്? ഇന്ന് കാണുന്ന പെണ്ണിനെ കെട്ടാൻ എനിക്ക് പൂതിയുണ്ട്, കയ്യിൽ കാശില്ല. അവൾക്ക് മഹർ കൊടുക്കാൻ എന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ അവളെ കല്യാണം ചെയ്തിരുന്നു എന്നല്ല. മറിച്ച് ആ മഹാൻ ചൊല്ലിയ ദിക്റിന്റെ അർത്ഥം എന്താണ്? ഉസ്താദ് പറഞ്ഞു. നാട്ടുകാർക്കൊക്കെ വലിയ സംശയം തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്, നാട്ടുകാരൊക്കെ ചിന്തിച്ചു പോയി, ഇതെന്താ ഔലിയ റബ്ബേ? കാരണം ഇയാൾ എപ്പോ നോക്കിയാലും പെണ്ണിനെ കുറിച്ചുള്ള ചിന്തയാണ്. പെണ്ണ് കെട്ടാൻ പൂതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ എന്താണ് ഇയാൾ ഔലിയ? അപ്പൊ മഹാന്മാരുടെ ഭാഷ മഹാന്മാർക്കേ അറിയൂ. സാധാരണക്കാർക്ക് ഔലിയക്കളുടെ വാക്കിന്റെ അർത്ഥം അറിയില്ല. മഹാന്മാരതിന്റെ അർത്ഥം പറഞ്ഞു. പെണ്ണ് കെട്ടാൻ പൂതി, കായില്ലാത്ത കേട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദുനിയാവിൽ കാണുന്ന ഈമ്പളിഞ്ഞ പെണ്ണുങ്ങളെയല്ല, മറിച്ചു ചെറുപ്പക്കാരെ നാളെ സ്വർഗത്തിലങ്ങ് കയറി ചെല്ലും